ഇതുവരെയുള്ള എല്ലാ സമഗ്ര വാർത്തകളും നോക്കാം. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകൾ. ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനം. ഉടമ്പടി പ്രകാരം 20 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ്. 2000-ഓളം പലസ്തീൻ ബന്ദികളുടെ മോചനം ആരംഭിച്ച് ഇസ്രയേൽ. ഗാസയിലും ഇസ്രയേലിലും ആഹ്ലാദ പ്രകടനങ്ങൾ. യുദ്ധം അവസാനിച്ചെന്ന് ഇസ്രയേൽ പാർലമെന്റിൽ പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. സമാധാനത്തിനായി ഒരുമിച്ച് പോകുമെന്ന് ബെന്യാമിൻ നെതന്യാഹു. ഈജിപ്തിലെ സമാധാന ഉച്ചകോടിയിൽ നെതന്യാഹു പങ്കെടുക്കും. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി നിയമനങ്ങളിൽ അയഞ്ഞ സർക്കാർ. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ആവശ്യം അംഗീകരിച്ചു. NSS സ്ഥാപനങ്ങൾക്ക് സുപ്രീം കോടതി അനുവദിച്ച ആനുകൂല്യം എല്ലാ മാനേജ്മെന്റുകൾക്കും നൽകുമെന്ന് മുഖ്യമന്ത്രി. സ്വാഗതം ചെയ്ത് ക്രൈസ്തവ സഭകൾ. ശബരിമലയിൽ തിരിച്ചെത്തിച്ച ദ്വാരപാലക പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംശയിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. നാഗേഷിന്റെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ദുരൂഹത. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. റാന്നി കോടതിയിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 2 കേസുകളുടെ FIR സമർപ്പിച്ച് SIT. അന്വേഷണത്തിനിടെ വിധി വേണ്ടെന്ന് മുഖ്യമന്ത്രി. മകൻ വിവേക് ഹിരണിന് ലാവ്ലിൻ കേസിൽ ED സമൻസ് കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. മകൻ അധികാരത്തിന്റെ ഇടനാഴിയിൽ വന്നിട്ടില്ലെന്ന് പിണറായി വിജയൻ. മക്കളെക്കുറിച്ച് അഭിമാനമെന്നും ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ. ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ്. അബിൻ വർക്കിയും KM അഭിജിത്തും ദേശീയ സെക്രട്ടറിമാർ. പാലക്കാട് പിരായിയിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടഞ്ഞ് DYFI. പ്രതിഷേധത്തിനിടയിലും റോഡ് ഉദ്ഘാടനം ചെയ്ത് രാഹുൽ. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2ാം ടെസ്റ്റിൽ ഇന്ത്യ ജയത്തിനരികെ. 9 വിക്കറ്റ് ശേഷിക്കെ ഇനി ജയിക്കാൻ വേണ്ടത് 58 റൺസ്. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കിയ വിൻഡീസ് 2ാം ഇന്നിംഗ്സിൽ 390 പുറത്ത്. വെസ്റ്റ് ഇൻഡീസിലെ ജോൺ ക്യാമ്പലിനും ഷായി ഹോപ്പിനും സെഞ്ചുറി. വിശദമായി നോക്കാം. ആദ്യം EDയുടെ സമൻസ് മകന് കിട്ടിയെന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി. യാതൊരു സമൻസും ക്ലിക്ക് ഹൗസിൽ വന്നിട്ടില്ലെന്നും തനിക്കോ മകനോ കിട്ടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. തന്റെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും തീർത്തും കളങ്കരഹിതമെന്നും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ മക്കളാരും പ്രവർത്തിച്ചിട്ടില്ലെന്നും എന്നത് തനിക്കേറെ അഭിമാനമുള്ള കാര്യമെന്നും മുഖ്യമന്ത്രി. അഴിമതിയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അനുവദിക്കില്ല എന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉന്നത തലങ്ങളിലുള്ള അഴിമതി ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതൊരു വസ്തുതാപരമായ കാര്യമാണല്ലോ. നമ്മൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ഏജൻസികളെ കൊണ്ടുവന്ന് ആ ഏജൻസികളിലൂടെ ഇത്തരം കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് നാട്ടിൽ വിലപ്പോകുമെന്നാണോ കരുതുന്നത്? അത്തരം പ്രചരണങ്ങൾ നാട്ടിൽ നല്ല രീതിയിൽ ഉയർത്തിക്കാണിക്കുന്നതിന് നിങ്ങളുടെ സ്ഥാപനങ്ങളെ ചിലതിനെ സ്വാധീനിച്ചാൽ ഇതെല്ലാം അട്ടിമറിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത്? അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. എൻ്റെ മക്കള് 2 പേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട്. നിങ്ങളീ പറയുന്ന മകനില്ലേ, നിങ്ങൾ എത്ര പേരാ മകനെ കണ്ടിട്ടുണ്ട് നിനക്കറിയില്ല. അവനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിന്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ? ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമെന്ന് സംശയമാണ്. അതാണ് എന്റെ മകന്റെ പ്രത്യേകത. ഏതച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും.
പക്ഷേ എന്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എന്റെ മക്കള് ആരും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോ അന്ന് ഞാനതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ. അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോ മര്യാദയ്ക്കൊരു ജോലിയെടുത്ത് അവിടെ കഴിയുന്ന ഒരാളെ, ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്തയാളെ, പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്, അതുകൊണ്ട് വിവാദമാകുമോ? കൂടുതൽ വിശദാംശങ്ങളുമായി ആൻഫിലി ഡിസൂസ ചേരുന്നുണ്ട്. ആൻഫിലിറ്റ്, വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ്. അതും മകനെതിരെയുള്ള ഇ.ഡി. സമൻസ് സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ പ്രതിരോധത്തിലാക്കിയിരുന്നു. കാരണം പാർട്ടിക്കൊരു അമ്പരപ്പുണ്ടാക്കിയ വിഷയം കൂടിയായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരെയുള്ള ഇ.ഡി. സമൻസ് എന്നുള്ള വാർത്ത. അതിൽ തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്, പ്രതിരോധിക്കുന്നത്? അമ്പിളി, തീർച്ചയായും വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെയാണ് ഈ ഒരു വിഷയം ഏറ്റവും അധികം പ്രതിരോധത്തിലായി. അതായത് കഴിഞ്ഞ 2 ദിവസമായി മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ ചുറ്റിപ്പറ്റിയുള്ള ഇ.ഡി. സമൻസ് വലിയ രീതിയിൽ, ആദ്യം ലൈഫ് മിഷനിൽ ഇ.ഡി. സമൻസ് വരുന്നു, പിന്നീട് അറിയുന്നു നമ്മൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടൊരു ഇ.ഡി. സമൻസ് ആയിരുന്നു എന്ന രീതിയിൽ വരുന്നു. വലിയ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമായിരുന്നുവെങ്കിൽ കൂടിയും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി പറയുമ്പോൾ കൃത്യമായ ഉറച്ച ഒരു രീതിയിൽ, അതായത് കൃത്യമായ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി കൃത്യമായ ഒരു പ്രതിരോധ കവചം മുഖ്യമന്ത്രി തീർക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ യാതൊരു സമൻസും തനിക്ക് വന്നിട്ടില്ല, ക്ലിഫ് ഹൗസിൽ അങ്ങനെ ഒരു സമൻസ് വന്നിട്ടില്ല, താനോ തന്റെ മകനോ അങ്ങനെ ഒരു സമൻസ് കൈപ്പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ആ വാർത്ത പൂർണ്ണമായും അദ്ദേഹം നിഷേധിക്കുകയാണ്, തള്ളുകയാണ്. ഒപ്പം തന്നെയും അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് പോലെ എത്രയോ വട്ടം തന്നെയും തന്റെ കുടുംബത്തെയും മക്കളെയൊക്കെ ചേർത്ത് നിർത്തി വേട്ടയാടിയിട്ടുണ്ട്. ആ വേട്ടയാടുകളൊന്നും തന്നെ യേശില്ല. തന്റെ ജീവിതം, തന്റെ പൊതുപ്രവർത്തനം, തന്റെ രാഷ്ട്രീയ ജീവിതം തികച്ചും പൂർണ്ണമായും കളങ്കരഹിതമായ ഒരു രാഷ്ട്രീയ ജീവിതം, പൊതുപ്രവർത്തനവുമാണ് താൻ ഇത്രയും വർഷം കാഴ്ചവെച്ചത്. അതിന് ഏറ്റവും അഭിമാനകരമാകുന്നത് തന്റെ കുടുംബം അതോടൊപ്പം നിന്നു എന്നാണ്. തന്റെ പൊതുപ്രവർത്തനത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തെ, രാഷ്ട്രീയ പ്രവർത്തനത്തെ കളങ്കപ്പെടുത്തുന്ന യാതൊരു പ്രവൃത്തിയും തന്റെ മക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തന്റെ മക്കൾ അതിനോടൊപ്പം നിന്നു എന്ന രീതിയിൽ അഭിമാനിക്കുന്ന ഒരു പിതാവാണ് എന്നത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം വീണ വിജയനെതിരായുള്ള കേസുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി തന്റെ മകൾക്കെതിരെ ഈ രീതിയിൽ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ താൻ അത് ചിരിച്ചുകൊണ്ടാണ് അത് നേരിട്ടതൊക്കെ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ നിങ്ങൾക്കറിയാം. അത് ഏശാതെ വന്നപ്പോഴാണ് തന്റെ മകനെ കൂടി വലിച്ചിഴയ്ക്കുന്നു. തന്റെ മകൻ ഇതിലൊന്നും തന്നെ ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ക്ലിഫ് ഹൗസിൽ, അത് അദ്ദേഹത്തിന്റെ ഈ വാർത്താ സമ്മേളനത്തിൽ വന്ന വാക്കുകൾ നമ്മൾ വീണ്ടും ആവർത്തിച്ചത് കേട്ടതാണ്. ക്ലിഫ് ഹൗസിൽ എത്ര മുറികൾ ഉണ്ടെന്ന് പോലും തന്റെ മകൻ അറിയാമോ എന്ന് പോലും തനിക്ക് നിശ്ചയമില്ല. അത്രയേറെ ഇതുമായി ഒരു ബന്ധവുമില്ലാതെ നിൽക്കുന്നതാണ് തന്റെ മകൻ. ആ മകനെ കൂടി, മകൾക്കെതിരെ ആരോപണം വന്നപ്പോൾ, അത് ഏശാതെ വന്നപ്പോൾ മകനെയും അതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. മാത്രവുമല്ല, സാധാരണ മുഖ്യമന്ത്രിമാരുടെ മക്കളെന്ന് പറയുമ്പോൾ അധികാരത്തിന്റെ ഇടനാഴിയിൽ അവർ എങ്ങനെയായിരുന്നു എന്നൊക്കെ മുമ്പ് പലരുടെയൊക്കെ ജീവിതം വെച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുകയാണ്. ആ രീതിയിലൊന്നുമല്ല തന്റെ മക്കൾ. പൂർണ്ണമായി താൻ എന്താണോ ആഗ്രഹിക്കുന്നത്, തന്റെ പൊതുപ്രവർത്തനം കളങ്കപ്പെടാത്ത പൊതുപ്രവർത്തനത്തിൽ താൻ എന്താണോ ആഗ്രഹിച്ചത് അതിനോടൊപ്പം തന്റെ മക്കൾ നിന്നു എന്ന അഭിമാനത്തോടെ താൻ പറയുന്നു. ഈ രീതിയിലാണ് തന്റെ മക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ, അത് വീണയായാലും വിവേക് ആയാലും തന്റെ മകനെതിരെ ഏറ്റവും ഒടുവിൽ വരുന്ന ആ ആരോപണത്തെ അദ്ദേഹം ആ രീതിയിലാണ് തീർത്തും അവഗണനയോടെ കൂടി അദ്ദേഹം പറയുകയാണ്. ഒപ്പം തന്നെയും ആ സമൻസ് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. അതായത് ക്ലിഫ് ഹൗസിൽ സമൻസ് വന്നിട്ടുണ്ട്, ഇ.ഡിയുടെ സമൻസ് ക്ലിഫ് ഹൗസിൽ വന്നിട്ടുണ്ട് എന്ന വാർത്ത അദ്ദേഹം ആവർത്തിച്ച് നിഷേധിക്കുകയാണ്. അത്തരത്തിലൊരു സമൻസ് വന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അടിവരയിട്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെയും അമിത്ഷായെ നേരിട്ട് കണ്ടത്, അതായത് ഡൽഹിയിൽ അമിത്ഷായെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടതിനെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശിക്കുക. അതിൽ സംശയമുണ്ട്. കാരണം ഈ ഇ.ഡി, മകൻ വന്ന ഇ.ഡി സമൻസ് അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടുവന്നൊരു ആരോപണം ഉയർന്നപ്പോൾ ആ ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി ചിരിച്ച് പരിഹസിച്ചാണ് അദ്ദേഹം അതിനെ തള്ളിയത്. അതിന് പറഞ്ഞത് ഒരു യാതൊരു വിവരവുമില്ലാത്ത അസംബന്ധം പറയുന്ന ഒരു മഹാവിദ്വാൻ ഭാഗത്തുനിന്നുണ്ടായതാണ്. ഒരു മന്ത്രിയാകുമ്പോൾ അത് ഔദ്യോഗിക വസതി ആയാലും ഔദ്യോഗിക ഓഫീസ് ആയാലും അത് ആ മന്ത്രിയെ കാണാനുള്ളതാണ്. അതിനകത്ത് അത് ഔദ്യോഗിക വസതിയെന്നോ ഓഫീസെന്നോ ഒരു വേർതിരിവില്ല എന്ന രീതിയിൽ അദ്ദേഹം അത് പറയുന്നു. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി എം.എ. ബേബിയിൽ നിന്നുണ്ടായ ഒരു പ്രതികരണമാണ്. എം.എ. ബേബി ഈ സമൻസുമായി
ബന്ധപ്പെട്ട് ആദ്യം അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സമൻസ് കെട്ടിച്ചമച്ച ഒരു സമൻസ് ഇ ഡി അയച്ചു. പിന്നീട് അവർക്ക് അസംബന്ധം തിരിച്ചറിഞ്ഞപ്പോൾ അവർ അത് പിൻവലിച്ചിട്ടുണ്ടാകും എന്ന രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം എം എ ബേബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വ്യക്തമായ ധാരണ, അടിസ്ഥാനമായ ധാരണ ഇല്ലാത്തതിനാൽ ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞതാകാമെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇ ഡി സമൻസ് ക്ലിഫ് ഹൗസിൽ മകൻ അയച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ എല്ലാ വാർത്തകളെയും പ്രതിരോധിക്കുകയാണ്, പൂർണ്ണമായും തള്ളുകയാണ്, നിഷേധിച്ചാണ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. അത്തരത്തിൽ യാതൊരു സമൻസും ക്ലിഫ് ഹൗസിലോ തനിക്കോ തന്റെ മകനോ വന്നിട്ടില്ല, കൈപ്പറ്റിയിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് ഈ അവസരത്തിൽ. അൻഫ്ലിറ്റ്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം CPM-നെയും ഏറെ പ്രതിരോധത്തിലാക്കിയൊരു വിഷയമാണ് ഈ മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള ED സമൻസ്. അങ്ങനെ ഒരു സമൻസ് കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭരണ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു ഇടപെടൽ പോലും എവിടെയും നടത്താത്ത, എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് തൻ്റെ മകൻ. അപ്പോൾ ആ രീതിയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോൾ ഇനി പാർട്ടിയും ഇതേ പ്രതികരണം തന്നെ ആയിരിക്കില്ലേ ആവർത്തിക്കുക? ഉറപ്പായും. കാരണം പാർട്ടി ഇത്രയും നാളത് ജനറൽ സെക്രട്ടറി എം എ ബേബി കഴിഞ്ഞ ദിവസം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അധികമായി അദ്ദേഹം പറഞ്ഞുവെങ്കിലും പിറ്റേന്ന് ഇന്ന് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണമായി തിരുത്തുകയായിരുന്നു. അങ്ങനെ ഒരു സമൻസ് വന്നതായി സ്ഥിരീകരിച്ചിട്ടില്ല, അത് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ തവണ എന്താണോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് അബദ്ധമായി എന്ന് മനസ്സിലായപ്പോൾ കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ അത് തിരുത്തി പറഞ്ഞു. അതേ നിലപാട് തന്നെയാണ് പാർട്ടിയും എടുക്കുന്നത്. ഇനി അങ്ങോട്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ അത് സംശയമില്ല. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നൊരു വാർത്താ സമ്മേളനം വിളിക്കാനുള്ള ഒരു പ്രധാന കാരണം പോലും മകനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ. ഈ സമൻസുമായി ബന്ധപ്പെട്ട് ആദ്യം വരുന്ന ലൈഫ് മിഷനിൽ സമൻസ് അയച്ചു, ED-യുടെ സമൻസ് ക്ലിഫ് ഹൗസിലും വന്നു. അതിനുശേഷം അത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട സമൻസ് ആണെന്ന് പറയുന്നു. പിന്നീട് മുഖ്യമന്ത്രി ചുറ്റുവരും, മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയെ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണുന്നത് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും ഇത് പുറത്തു വരണമെന്ന് പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ, പ്രതിപക്ഷം അടക്കം, അതായത് കോൺഗ്രസ് ആയാലും BJP ആയാലും വലിയ രീതിയിലാണ് ഇതിനെതിരെ രംഗത്ത് വരിക. ഈ ED സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട് BJP രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. ഇതിൽ കൃത്യമായ മറുപടി മുഖ്യമന്ത്രി പറയണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണം, ഈ രീതിയിൽ ഒരു വാർത്ത വന്നു 2 ദിവസം കഴിയുമ്പോൾ കൃത്യമായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച്, ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത് ഇന്ന് മുനമ്പം വിഷയത്തിൽ, വഖഫ് ബോർഡ് മുനമ്പം വിഷയത്തിൽ യോഗം നടന്നിരുന്നു. ഒപ്പം തന്നെ എയ്ഡഡ് ഭിന്നവിശേഷി അധ്യാപകരുടെ എയ്ഡഡ് നിയമനവും ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി ചർച്ച നടന്നിരുന്നു. ഇക്കാര്യങ്ങൾ വിശദീകരിക്കാനാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചതെങ്കിൽ കൂടി കൃത്യമായി മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ED സമൻസിൽ അദ്ദേഹത്തിന്റെ നിലപാട്, കൃത്യമായ സ്റ്റാൻഡ് വ്യക്തമാക്കുക, അതിലൊരു മറുപടി പറയുക, അത് തന്നെയായിരുന്നു മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടിരുന്നത്. അത് കൃത്യമായി അദ്ദേഹം പറയുന്നു. ഈ രീതിയിലുള്ള വാർത്തകൾ പൂർണ്ണമായി നിഷേധിക്കുന്നു, തള്ളുന്നു. സമൻസ് ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ല, മകനും കൈപ്പറ്റിയിട്ടില്ല, തനിക്കും അത്തരത്തിലുള്ള ഒരു സമൻസ് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് പറയാനാണ് അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ താൻ എന്തൊക്കെ രീതിയിലുള്ള വേട്ടയാടലുകൾ, അത് മാധ്യമങ്ങളുടെ സ്നേഹലാളനകൾ ഒത്തിരി തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് പോലെ ഒരു പരിഹാസ രൂപേണ. ഇതിനു മുമ്പ് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഓരോ വർഷത്തിൽ സംഭവിച്ചുള്ള സംഭവങ്ങളൊക്കെ തന്നെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ തനിക്ക് യേശില്ല. ഇത് അതായത് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതിന്റെ രക്തചുരുക്കം, ഇത് പൂർണ്ണമായും ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ്, ഒരു തരത്തിലുള്ള വേട്ടയാടലാണ്. രാഷ്ട്രീയമായി തനിക്ക് നേരെയുണ്ടാകുന്ന, തനിക്കും തന്റെ കുടുംബത്തിന് നേരെയുണ്ടാകുന്ന വേട്ടയാടൽ മാത്രമാണ്. മകൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി, അത് യേശിയില്ല. അതിനുശേഷം മകനെതിരെ തിരിയുന്നു. മക്കൾ 2 പേരും തനിക്കൊപ്പം തന്റെ കളങ്കരഹിതമായ രാഷ്ട്രീയ ജീവിതവും പൊതുപ്രവർത്തനത്തിനൊപ്പം നിൽക്കുന്നവരാണ്. അതിലൊരു പിതാവെന്ന നിലയിൽ താൻ അഭിമാനിക്കുന്നു. ഇത് വെറും, അതായത് മക്കൾക്കെതിരെയും തനിക്കെതിരെയും കുടുംബത്തിനെതിരെയും ഉണ്ടാകുന്ന വേട്ടയാടൽ മാത്രമാണ്. ഈ ഉണ്ടായിരിക്കുന്ന വാർത്തകൾ മുഴുവനും, പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മുഴുവനും അടിസ്ഥാനരഹിതമാണ്. ഈ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്ന ഈ സമൻസുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് സർക്കാരിന്റെ ഭാഗത്താണ്. മുഖ്യമന്ത്രിക്കെതിരെ, മകനെതിരെ, കുടുംബത്തിന് നേരെ ഉണ്ടായ ഒരു ആരോപണത്തെ മുഖ്യമന്ത്രി ഒരു പിതാവെന്ന നിലയിൽ ഒപ്പം മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം തന്നെ കൃത്യമായി നിലപാട് പറയുന്നു, അതിലൊരു മറുപടി പറയുന്നു. ഉറപ്പായും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി പാർട്ടി ആയാലും ഇതേ രീതിയിൽ പ്രതിരോധ കവചം തന്നെയാകും തീർക്കുക. കാരണം സമൻസ് ലഭിച്ചിട്ടില്ല, സമൻസ് കിട്ടിയിട്ടില്ല. ഇല്ലാത്ത സമൻസ് അല്ലെങ്കിൽ ഇല്ലാത്തൊരു വാർത്തയെക്കുറിച്ച് അതിൽ ആ കാര്യത്തിൽ ഒരു വിശദീകരണം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലൊരു വിശദീകരണം ഇല്ല എന്ന നിലപാട് തന്നെയാകും പാർട്ടി ആയാലും സ്വീകരിക്കുക. അൻഫ്രിറ്റ്, മറ്റൊന്ന്, ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് LDF നിയോഗിച്ച ഭരണസമിതി, ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിലും മുഖ്യമന്ത്രി വ്യക്തമായും കൃത്യമായും ഒരു മറുപടി പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അന്വേഷണം നടക്കട്ടെ, അതിനു മുമ്പ് ആരും ഒരു വിധി കൽപ്പിക്കേണ്ട എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം.
ഉറപ്പായും അതായത് നിയമസഭയിൽ ഈ ഒരു വിഷയത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വന്നപ്പോൾ പോലും മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞത് ഇതിൽ അന്വേഷണം നടക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SIT പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടന്ന് അത് വിശദാംശങ്ങൾ പുറത്തു വരും. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും. കുറ്റക്കാരെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കില്ല എന്ന് വലിയൊരു ആത്മവിശ്വാസത്തോടുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാർ പറഞ്ഞത് കൃത്യമായ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുമ്പോൾ UDF സർക്കാരിന്റെ കാലത്തുള്ള മുഴുവൻ കാര്യങ്ങളും, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടത് ഇടത് സർക്കാരിന്റെ കാലത്തും മാത്രം ഉള്ളതല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡുമായുള്ള ബന്ധം, ശബരിമലയുമായുള്ള ബന്ധം അതിനു മുമ്പ് UDF സർക്കാരിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ UDF സർക്കാരിന്റെ കാലം മുതലുള്ള കണക്കുകൾ അല്ലെങ്കിൽ അത്തരം കൃത്യത, അതായത് ആ സമയത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ, പുറത്തു വന്ന അങ്ങനെ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകട്ടെ എന്ന് നിയമസഭയിൽ പറയുന്നു. അതിനുശേഷം ഡൽഹിയിൽ പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോഴാണ് കൂടുതൽ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ, അതിന്റെ എത്രത്തോളമാണ് അതിന്റെ വ്യാപ്തി എന്നത് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്ന സമയത്തായിരുന്നു ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴും ആ ഒരു ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടക്കുമ്പോൾ എല്ലാം പുറത്തു വരും. അതേ നിലപാട് തന്നെയാണ് അതിനുശേഷം ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ആ ഒരു വിഷയത്തിൽ കോടതിയുടെ പരിധിയിൽ അന്വേഷണം നടക്കുകയാണ്. SIT അന്വേഷണം നടക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ആരൊക്കെയാണോ വിലങ്ങണിയിച്ചോ വിലങ്ങില്ലാതെയോ ജയിലിലേക്ക് പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് ഒരു ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുന്നു. ഒരു പക്ഷേ അദ്ദേഹം പറയുന്നത് യഥാർത്ഥ ഇതിനകത്ത് ആരായിരിക്കും എന്നുള്ളത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അദ്ദേഹത്തിന്റെ കൂട്ടാളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ഏതൊക്കെ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡുകൾക്കോ ദേവസ്വം ബോർഡ് ഭരണസമിതികൾക്കാണോ ഇതിനകത്ത് ബന്ധം, അതൊക്കെ തന്നെയും പുറത്തു വരട്ടെ എന്ന് ഉറച്ച ആ കൃത്യമായ നിലപാടിൽ അദ്ദേഹം പറയുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊന്ന്, ഒരുപക്ഷെ പ്രതിയായി പത്മകുമാറിനെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുകയാണ്. ആ 2019 ദേവസ്വം ഭരണസമിതി എന്ന് പറയുന്നത് ഇടത് സർക്കാരിന്റെ കാലത്താണ്. ആ ഭരണസമിതിയെ പോലും FIR-ൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം മറുപടി പറയാൻ തൽക്കാലം തയ്യാറായില്ല. പകരം അദ്ദേഹം കൃത്യതയോടെ പറയുന്നത് കൃത്യമായ ഒരു അന്വേഷണം നടക്കുകയാണ്. SIT-യുടെ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്റെ പ്രതികരണം കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ ഇതിൽ പ്രതികരിക്കുന്നില്ല. അന്വേഷണം പുറത്തു വന്നതിന് ശേഷം അന്വേഷണം കൃത്യമായി നടക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ്. അപ്പോഴും പറഞ്ഞു വരുന്നത് ആരൊക്കെയാണ് വിലങ്ങണിഞ്ഞ് അണിയാതെയോ ജയിലിൽ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് ഒരു വാചകം കൂടി ഇതോടൊപ്പം മുഖ്യമന്ത്രി ചേർത്ത് പറയുന്നുണ്ട്. അമ്പിളി, ശരി, വിവാദങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ്. തന്റെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫ്രി ഡിസൂസ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ വിവേക് കിരണിനെ ED വിളിപ്പിച്ചത് സാക്ഷി എന്ന നിലയിലാണ്. ക്രൈം നന്ദകുമാറിന്റെ പരാതിയിലാണ് ED അന്ന് നടപടി സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ ED സമൻസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് വിവേക് കിരണിനെ മൊഴിയെടുക്കാൻ ED വിളിപ്പിച്ചത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:00 കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് വിവേക് കിരണിന് ED നോട്ടീസ് അയച്ചത്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന മുഖ്യമന്ത്രിയുടെ വസതിയുടെ മേൽവിലാസത്തിലാണ് സമൻസ് അയച്ചത്. സമൻസ് ലഭിച്ചിട്ടും വിവേക് കിരൺ ഹാജരായിരുന്നില്ല. 2 വർഷം മുമ്പാണ് ലാവ്ലിൻ കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ED വിവേകിന് സമൻസ് അയച്ചത്. ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിലാണ് ED 2020 കേസ് രജിസ്റ്റർ ചെയ്തത്. നേരത്തെ ചോദ്യം ചെയ്തവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിവേകിന് നോട്ടീസ് അയച്ചത്. വിവേക് കിരണിന് സമൻസ് അയച്ചത് സാക്ഷി എന്ന നിലയിലാണെങ്കിലും ഒരു സമൻസിനപ്പുറം പിന്നീട് EDയുടെ തുടർ നടപടികൾ ഉണ്ടായില്ല. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ദിലീപ് രാഹുലൻ പ്രവർത്തിച്ചിരുന്നത് UK കേന്ദ്രീകരിച്ചാണ്. പസഫിക് കൺട്രോൾ സ്ഥാപനത്തിന്റെ ഉടമയായ ദിലീപ് രാഹുലൻ ലാവ്ലിൻ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. വിവേകും UK-യിൽ പഠന സംബന്ധമായി പോയിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിലാണ് വിവേക് കിരണിന് ED സമൻസ് എന്ന് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിവേക് കിരണിന് സമൻസ് അയച്ച അതേ ദിവസം ഇതേ കേസിൽ ഹാജരായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ചോദ്യം ചെയ്ത ശേഷം ED അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആ ദിവസമാണ്. പിന്നീടാണ് വിവേക് കിരണുമായി ബന്ധപ്പെട്ട സമൻസ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമായത്. അമൃത ന്യൂസ്, കൊച്ചി. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഗാസ സമാധാന ഉടമ്പടി പ്രകാരം 20 ഇസ്രയേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. 2 ഘട്ടമായാണ് മോചനം. ആദ്യഘട്ടത്തിൽ 7 പേരെയും രണ്ടാം ഘട്ടത്തിൽ 13 പേർക്കുമായിരുന്നു മോചനം. മരിച്ച 4 പേരുടെ അവശിഷ്ടങ്ങളും കൈമാറിയതായാണ് വിവരം. ജയിലിൽ കഴിയുന്ന 250 പലസ്തീനികളെയും തടവിൽ പാർപ്പിച്ചിട്ടുള്ള 1700 പേരെയുമാണ് ഇസ്രയേൽ മോചിപ്പിക്കുന്നത്. 2 സംഘമായാണ് ഇവർ ഗാസയിലെത്തുന്നത്. ഇസ്രയേലിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. അശാന്തിയുടെയും അരക്ഷിതാവസ്ഥയുടെയും നാളുകൾ അവസാനിച്ചു
പ്രഖ്യാപിച്ചുവെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. രാജ്യങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനു പകരം സ്കൂളുകൾക്കും വൈദ്യശാസ്ത്രത്തിനും പണം ചെലവഴിക്കണമെന്നും ട്രംപ് പറഞ്ഞു. സമാധാനത്തിനായി ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. കൂടുതൽ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇസ്രയേലിനെ സഹായിക്കാൻ ട്രംപിന് കഴിയുമെന്ന് നെതന്യാഹു പറഞ്ഞു. അതിനിടെ ട്രംപിനെതിരെ ഇസ്രയേൽ പാർലമെന്റിൽ ഇടതുപക്ഷ പ്രതിഷേധവും ഉയർന്നു. പാർലമെന്റിൽ ട്രംപ് പ്രസംഗിക്കുന്നതിനിടെ MP പ്രതിഷേധിക്കുകയായിരുന്നു. പലസ്തീനെ അംഗീകരിക്കുക എന്നെഴുതിയ ബാനറുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി നിയമനത്തിൽ അയഞ്ഞ സർക്കാർ. NSSന് അനുകൂലമായ വിധി മറ്റുള്ളവർക്കും ബാധകമെന്ന് വി ശിവൻകുട്ടി. ഇതിനായി നിയമനിർമ്മാണം നടത്തും. സർക്കാർ നിലപാട് കോടതിയെ അറിയിക്കും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി NSS മാനേജ്മെന്റിന് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് കോടതിയെ അറിയിക്കും. ഭിന്നശേഷി വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടും അതേസമയം അധ്യാപക സമൂഹത്തിൻ്റെയും മാനേജ്മെൻറ്റുകളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഒരു സമഗ്രമായ പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരിന്റെ പുതിയ നിലപാട് സ്വാഗതാർഹമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP. ക്രൈസ്തവ മാനേജ്മെന്റിന് മാത്രമല്ല മറ്റ് മാനേജ്മെന്റുകൾക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതിന്റെ ഒരു തീരുമാനം, ഒരു ഓർഡർ അനുസരിച്ചാണ് ഇപ്പോൾ NSSന് അനുകൂലമായ തീരുമാനമെടുത്തു. അതേ സമാനമായ വളരെയധികം മാനേജ്മെന്റ് ഉണ്ട്. ക്രൈസ്തവ സഭയുടെ മാനേജ്മെന്റ് മാത്രം പല മാനേജ്മെന്റ് ഉണ്ട്. അവർക്കും ഇത് ബാധകമാണ് എന്നുള്ള ഒരു ആർഗ്യുമെന്റാണ് ഇപ്പോൾ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇന്ന് ഉദ്യോഗസ്ഥലത്തിൽ വെച്ച് കൂട്ടുകയും ഇന്ന് അനുകൂലമായ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഇത് കൊടുക്കണം എന്ന് വാദിച്ച് ഇത് കൊടുക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയും. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിക്കുന്ന SIT പത്തനംതിട്ട റാന്നി കോടതിയിൽ FIRകൾ സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 2 കേസുകളുടെ FIR ആണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇനി പ്രതികൾക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതടക്കം നടപടികളിലേക്ക് കടക്കും. ശബരിമലയിൽ തിരികെ എത്തിച്ച ദ്വാരപാലക പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംശയിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. സ്വർണം പൂശി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറഞ്ഞെന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ SIT നീക്കം തുടങ്ങി. കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച് EDയും വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. ശബരിമലയിൽ തിരിച്ചെത്തിയ ദ്വാരപാലക പാളികളിലും തകിടുകളിലും വലിയ തൂക്കക്കുറവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന സംശയം വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. ഹൈദരാബാദിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും സ്വർണ്ണപ്പണി നടത്തുന്ന സ്ഥാപനത്തിന് ഉടമയുമായ നാഗേഷ് എന്നയാളുടെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ദുരൂഹതയുണ്ടെന്ന് വിജിലൻസ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു വരുമാനവുമില്ലാത്ത പോറ്റി തുടർച്ചയായി നടത്തിയ വഴിപാടുകളും ലക്ഷങ്ങളുടെ സംഭാവനയും സ്പോൺസർഷിപ്പും വിജിലൻസിന് സംശയമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. ശബരിമല സന്നിധാനത്തും ബംഗളൂരുവിലും എത്തി നിർണായക വിവരങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. മോഷ്ടിക്കപ്പെട്ട സ്വർണം വേഗം കണ്ടെത്തുക, ദ്വാരപാലക പാളികൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെയെന്ന് കണ്ടെത്തുക എന്നിവയ്ക്കാണ് ആദ്യഘട്ട അന്വേഷണത്തിൽ പ്രാധാന്യം നൽകുന്നത്. EDയുടെ വിവരശേഖരണം തുടരുകയാണ്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് നിലവിൽ പ്രാഥമിക വിവരശേഖരണം നടക്കുന്നത്. പോലീസിനോടും വിജിലൻസിനോടും വിവരങ്ങൾ തേടി തെളിവുകൾ ശേഖരിച്ച ശേഷമാകും ECR രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനമെടുക്കുക. കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷം ശബരിമല വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടെന്ന് VD സതീശൻ. ചെന്നൈയിലേക്ക് പോയത് വ്യാജ മോൾഡാണ്. യഥാർത്ഥ സ്വർണം വിറ്റു. അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും കാര്യങ്ങൾ അറിയാം. അന്നത്തെ മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നും VD സതീശൻ വ്യക്തമാക്കി. ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്. ഞങ്ങൾ കരുതുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ കടകംപള്ളി എങ്ങനെ ദേവസ്വം മന്ത്രി അറിയാതെ പോകുന്നത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത്? ഇത് ഇവിടെ നിന്ന് എത്തിക്കാൻ, ചെന്നൈയിൽ എത്തിക്കാൻ 1 മാസവും 9 ദിവസവും എടുത്തെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ പ്രതിയായി. അത് CPM പ്രതിയാകുന്നതിന് തുല്യമാണ്. മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം. വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പഴയ ദേവസ്വം ബോർഡിനെ കുറിച്ചും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ചും പ്രതിപക്ഷം പറഞ്ഞ ആരോപണങ്ങൾ അടിവരയിട്ടുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത അന്വേഷണ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ ഒട്ടേറെ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ നടപടി ആവശ്യപ്പെട്ട യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പോലീസ് വാഹനത്തിന് നേരെ വടിയും കല്ലും മുട്ടയും ഉൾപ്പെടെ പ്രവർത്തകർ എറിഞ്ഞു. തുടർന്ന് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികളെ അപമാനിക്കാൻ അനുവദിക്കില്ലെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. സമ്മതിക്കില്ല. ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കൊള്ള ചെയ്താലോ അഴിമതി ചെയ്താലോ വിടില്ല. ഇതൊരു സൂചന മാത്രമാണ്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് യുവമോർച്ചയുടെയും BJPയുടെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് ഏറ്റുമാനൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. മന്ത്രിയുടെ കോലം കത്തിച്ച ശേഷം പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ടൗണിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ MC റോഡ് ഉപരോധിച്ചു. റോഡിൽ കുത്തിയിരുന്നും കിടന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വിശ്വാസവഞ്ചനയും ഉന്നയിച്ച് മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് നാളെ കാസർകോട്ട് തുടക്കമാകും. രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ UDFന്റെ പ്രധാന നേതാക്കൾ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഒക്ടോബർ 18-ന് കാരക്കാട് മുതൽ പന്തളം വരെ UDF നേതാക്കളുടെ പദയാത്രയും സംഘടിപ്പിക്കുമെന്ന് ജാഥ വൈസ് ക്യാപ്റ്റൻ T സിദ്ദിഖ് MLA, ജാഥ മാനേജർ PM നിയാസ്, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ തുടങ്ങിയവർ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വീണ വിജയൻ. അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെതിരെയാണ് അപ്പീൽ നൽകിയത്. ഡിവിഷൻ ബെഞ്ചിനെയാണ് സിംഗിൾ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് സമീപിച്ചിരിക്കുന്നത്. വീണയുടെ ഹർജിയിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. കേസ് ഡിസംബർ 3-ന് പരിഗണിക്കും. OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ബിനു ചുള്ളിയലിനെ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിലാദ്യമായാണ് വർക്കിംഗ് പ്രസിഡന്റിനെ നിയമിക്കുന്നത്. അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച 51 ദിവസത്തിനു ശേഷമാണ് സംസ്ഥാന അധ്യക്ഷനെ ദേശീയ നേതൃത്വം നിയമിച്ചത്. 2023 മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് OJ ജനീഷ്. നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് OJ ജനീഷിനൊപ്പം ബിനു ചുള്ളിയിൽ, അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരുടെ പേരുകളും ഉയർന്നിരുന്നു.
പാലക്കാട് പിരായിരിയിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് നേരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഗോബാക്ക് വിളികളും കരിങ്കൊടിയുമായി പ്രവർത്തകർ രാഹുലിന്റെ വാഹനം തടഞ്ഞു. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നേരിടാൻ യുഡിഎഫ് നേതാക്കളും എത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി. പ്രതിഷേധം വകവയ്ക്കാതെ കാറിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. സമീപത്തെ വീടുകളിൽ കയറി ആളുകളുമായി സംസാരിക്കുകയും ചെയ്തു. പൊന്നാട അണിയിച്ചാണ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിച്ചത്. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് ഡിവൈഎഫ്ഐയും ബിജെപിയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. യുഡിഎഫുമായി സഹകരിക്കാൻ താൽപര്യമറിയിച്ച് സി കെ ജാനു നേതൃത്വത്തിന് കത്ത് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സി കെ ജാനു താൽപര്യമറിയിച്ചത്. അതേസമയം കോൺഗ്രസിനുള്ളിൽ കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ജാനുവിനെ മുന്നണിയിലെടുക്കുന്നതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗിനും വിയോജിപ്പുണ്ട്. അതേസമയം പ്രാദേശിക തലത്തിൽ വയനാട് കോൺഗ്രസിൽ സി കെ ജാനുവിന്റെ കൂട്ടുകെട്ട് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ജാനുവിന്റെ കാര്യം പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു. AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കണ്ണൻ ഗോപിനാഥന് അംഗത്വം നൽകി. ജനങ്ങളെ പ്രജകളാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൽ ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത് എന്ന് കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞു. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് പിന്നാലെയാണ് കണ്ണൻ ഗോപിനാഥൻ IAS പദവിയിൽ നിന്ന് രാജിവെച്ചത്. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ MP സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകി. വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് പേരാമ്പ്ര, ഡിവൈഎസ്പി N സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് തന്നെ ആക്രമിച്ചെന്ന് ആണ് MPയുടെ പരാതി. റൂറൽ SP പരസ്യമായി സമ്മതിച്ച സാഹചര്യത്തിൽ പോലീസുകാർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് മർദ്ദനത്തിൽ പോലീസ് ഷാഫിയെ ലക്ഷ്യമിട്ട് മർദ്ദിച്ചുവെന്നത് വ്യക്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് പുറത്തു വരണം. SP പറയുന്നത് ലാത്തിചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല എന്നാണ്. പിന്നെ എങ്ങനെ ലാത്തിചാർജ് നടന്നു എന്ന് പറയണമെന്നും VD സതീശൻ പറഞ്ഞു. പോലീസ് ഷാഫി പറമ്പിലിനെ ലക്ഷ്യമാക്കി മർദ്ദിച്ചിട്ടുണ്ട്. അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ഒരു MPയെ ആണ് മർദ്ദിച്ചത്, ഒരു കാരണമില്ലാതെ, ഒരു പ്രകോപനമില്ലാതെ. ഇപ്പൊ SP എന്ന് പറയുന്നത് ലാത്തി ചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല, വിസിലടിച്ചിട്ടില്ല, അടിക്കാൻ പറഞ്ഞിട്ടില്ല. അടിക്കാൻ പറയാതെ, വിസിലടിക്കാതെ, ലാത്തി ചാർജിന് ഉത്തരവ് കൊടുക്കാതെ ഒരു MPയുടെ തലയ്ക്കും മൂക്കിലെ എല്ലൊടിഞ്ഞു സർജറി നടത്തി. തലയ്ക്കും പോലീസ് അടിച്ചതെങ്കിൽ അതിന്റെ പുറകിൽ നടത്തിയിരിക്കുന്ന MPയെ ലക്ഷ്യമാക്കി വന്നിട്ട് ചെയ്തിരിക്കുകയാണ്. വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോഴത്തെ ശബരിമല ഇതിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടിയാണ്. കാരണം കള്ളന്റെ സ്ഥാനത്ത് നിൽക്കുന്ന CPM ആണ്. സംസ്ഥാനത്ത് ആശങ്ക പരത്തിയ അമീബിക് മസ്തിഷ്ക ജ്വരം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിന്ന് കൊല്ലം സ്വദേശി മരിച്ചു. 2 പേർക്ക് കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം സ്വദേശിയാണ് ഇന്ന് മരിച്ചത്. ഈ മാസം രോഗം ബാധിച്ചു മരിക്കുന്ന 4ാമത്തെ ആളാണിത്. 1.5 മാസത്തിനിടെ ആകെ 15 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. കാസർഗോഡ്, കണ്ണൂർ സ്വദേശികളായ 2 കുട്ടികൾക്ക് കൂടി ഇന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരനും കാസർഗോഡ് സ്വദേശിയായ 6 വയസ്സുകാരനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട ഫയർഫോഴ്സ് അംഗം സോണി S. കുമാറിന് കണ്ണീരോടെ വിട നൽകി നാട്. ജന്മനാടായ തിരുവനന്തപുരം ഇളമ്പയിലെത്തിച്ച സോണിയുടെ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനും 100 കണക്കിന് പേരാണ് എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ വീണ യുവതിയെ രക്ഷിക്കുന്നതിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി S. കുമാർ മരിച്ചത്. രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ കിണറിന്റെ സമീപത്തേക്ക് വരരുതെന്ന ഫയർഫോഴ്സ് സംഘത്തിന്റെ മുന്നറിയിപ്പ് യുവതിയുടെ സുഹൃത്ത് അവഗണിച്ചതാണ് 3 ജീവനുകൾ പൊലിയാൻ കാരണമായത്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് സോണി വീട്ടിലെത്തേണ്ടതായിരുന്നു. എന്നാൽ ഭാര്യയെയും 3 വയസ്സുകാരിയായ മകളെയും തനിച്ചാക്കി അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഇളമ്പയിലെ വീട്ടിലെത്തിയത് സോണി S. കുമാറിന്റെ ചേതനയേറ്റ ശരീരമാണ്. ഏതാവശ്യത്തിനും ഒപ്പം നിൽക്കുന്ന സോണിയുടെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും. ആൾക്കാരുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ളതാണ് സോണി. ആർക്കിപ്പോൾ എന്താവശ്യം വന്നാലും സോണി വളരെ പരോപകാരിയാണ്. ഒത്തിരി ആൾക്കാർക്ക് വേദന ഉണ്ടാക്കിയ സംഭവമാണ്. പിന്നെ ഫയർ റെസ്ക്യൂ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിന് തന്നെ നമ്മുടെ പട്ടാളക്കാരെ ഓർക്കുന്നത് പോലെ തന്നെയാണ്. നാടിൻ്റെ തന്നെ ദുഃഖമാണ്.
ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചു. പ്രിയ സുഹൃത്തിനെ ഒരു നോക്ക് കാണാൻ 100 കണക്കിന് പേരാണ് എത്തിയത്. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സ്വന്തം ജീവൻ പണയം വച്ചാണ് ഓരോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും രക്ഷാപ്രവർത്തനങ്ങൾക്കിറങ്ങുന്നത്. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ജീവന്റെ വിലയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലാ പിഴകിൽ സ്കൂളിൽ മോഷണം. പിഴക് നിർമ്മല പബ്ലിക് സ്കൂളിൽ ഞായറാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത്. കുട്ടികൾ ടൂർ പോകുന്നതിനായി സമാഹരിച്ച പണം മോഷ്ടാവ് അപഹരിച്ചു. സ്കൂൾ ഓഫീസിലും ലാബിലും ലൈബ്രറിയിലും കള്ളൻ അതിക്രമിച്ചു കയറി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലാ പിഴകിൽ പ്രവർത്തിക്കുന്ന നിർമ്മല പബ്ലിക് സ്കൂളിലാണ് ഞായറാഴ്ച രാത്രി മോഷണം നടന്നത്. രാത്രി 11:30 എത്തിയ മോഷ്ടാവ് സ്കൂൾ ബസിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ലിവർ ഉപയോഗിച്ച് സ്കൂളിന്റെ താഴ് തകർത്താണ് അകത്ത് കയറിയത്. വിനോദയാത്രയ്ക്കായി കുട്ടികൾ സമാഹരിച്ച 4500 രൂപയാണ് ക്ലാസ് റൂമിൽ നിന്നും മോഷ്ടിച്ചത്. ലിവർ ഉപയോഗിച്ച് കെമിസ്ട്രി ലാബിന്റെയും ലൈബ്രറിയുടെയും താഴ് തകർത്തിട്ടുണ്ട്. മറ്റൊരിടത്തു നിന്നും പണം നഷ്ടമായിട്ടില്ല. നമ്മൾ രാവിലെ സ്കൂള് തുറക്കാനായിട്ട് സ്കൂളിൽ സാധാരണ തുറക്കുന്ന ചേച്ചിമാർ വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് ക്ലാസ് റൂമുകളുടെയും ലാബിൻ്റെയും ലൈബ്രറിയുടെയും സ്റ്റാഫ് റൂമിൻ്റെയൊക്കെ ഡോറ് കുത്തി തുറന്നിരിക്കുകയാണ്. നമുക്കൊരു ക്ലാസ് റൂമിൽ നിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 4 വർഷം മുൻപ് 2 തവണ ഇതേ സ്കൂളിൽ മോഷണം നടന്നിരുന്നു. സ്കൂളിന് പിന്നിലെ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നിത്യസംഭവമായിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് മേലുകാവ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സമാന തരത്തിൽ മോഷണം നടത്തുന്ന സ്ഥിര മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അമൃത ന്യൂസ്, കോട്ടയം. കൊല്ലം പുനലൂർ വെഞ്ചേമ്പിൽ പച്ചയിൽ മലയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായി. 1 കിലോമീറ്ററോളം ദൂരത്തിൽ മണ്ണ് കുത്തിയൊലിച്ചു. ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്താണ് സംഭവം. ടൂറിസം കേന്ദ്രമായ പിനാക്കിൾ പോയിന്റിന് സമീപമാണ് മണ്ണിടിഞ്ഞത്. മരങ്ങളും കൃഷിവിളകളും കടപുഴകി. സംഭവ സ്ഥലത്ത് നിന്നും സുധീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അതിഭീകരമായ ശബ്ദത്തോടുകൂടി ഈ പ്രദേശത്തെ മലയും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് കൂടി മണ്ണും കൃഷി സ്ഥലത്ത് കൂടിയുള്ള വെള്ള കുത്തൊഴുക്കും ഒക്കെ ആയിരുന്നു ഈ പ്രദേശത്തെ ഭീതിയിലാക്കിയത്. ഇത് കടന്നു പോകുന്നത് ജനവാസ മേഖലയിൽ കൂടിയാണ്. പക്ഷേ ജനവാസ മേഖലയിൽ ഇത് വീടുകൾക്കുള്ള നാശനഷ്ടങ്ങൾ ഒഴിച്ചാൽ മറ്റ് ജീവഹാനികൾ അത്തരം ദുരന്ത സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എങ്കിൽ പോലും ജനങ്ങൾ ഭീതിയിലാണ്. കാരണം അവരുടെ കൃഷിസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ ഒരു മണ്ണിടിച്ചിലിൽ, അതായത് വളരെ ഭീകരമായ ഒരു മണ്ണിടിച്ചിൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അത്തരത്തിലാണോ ഈ പാറകളൊക്കെ ഈ പ്രദേശത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഈ പാറകളൊക്കെ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് പതിച്ചിരുന്നെങ്കിൽ ഈ ഒരു അപകടത്തിൻ്റെ ഈ ഒരു ദുരന്തം അതൊരു ജീവഹാനി ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലേക്ക് നയിച്ചേനെ. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊന്നും പോയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിൽ പോലും പ്രദേശത്തെ കൃഷി ഉൾപ്പെടെയുള്ളവ നശിച്ചിട്ടുണ്ട്. റബ്ബർ, വാഴകൃഷി, മറ്റ് പച്ചവർഗ കൃഷികളും ഒക്കെയാണ് ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ളവരൊക്കെ കൃഷി നഷ്ടം സംഭവിച്ചതിൻ്റെ വേദനയിൽ കൂടിയാണ്. ഇപ്പോൾ കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം ആദ്യമാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ പ്രകൃതി ദുർബല പ്രദേശം എന്ന മുൻപ് എപ്പോഴെങ്കിലും റിപ്പോർട്ടുള്ളതാണോ? ഇല്ല, മുമ്പ് അങ്ങനെ റിപ്പോർട്ടില്ല. മഴ പെയ്യും ഇങ്ങനെ ഒലിപ്പായതുകൊണ്ട് വെള്ളം ഒഴുകി പോകാറുണ്ട്. അല്ലാതെ ഇങ്ങനെ മണ്ണിടിച്ചിലോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് റബ്ബർ മരം മുകളിൽ നിന്ന് പതിച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഇന്നലെ 9 മണിക്ക് തുടങ്ങിയതാണ്. നമുക്കറിയാം ഇന്നലെ വൈകിട്ടത്തെ മഴയെന്ന് പറയുന്ന വലിയ ശക്തമായ മഴ. ആ മഴയത്താണ് ഇത്രയും മണ്ണൊലിപ്പ് ഉണ്ടായത്. നമ്മളൊരു ഉരുൾപൊട്ടൽ എന്ന സാധ്യതയിലേക്ക് നമ്മൾ പോകുന്നില്ല. എങ്കിൽ കൂടി ഇപ്പോൾ മണ്ണൊലിച്ച് പോയപ്പോൾ അവിടെ വലിയ പാറയാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആ പാറയും ഇതുപോലെ ഒരു സമയത്ത് പൊയ്ക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പിൽ നമ്മൾ ഇത് അവരെ അറിയിച്ചിട്ടുള്ള. പിന്നെ കാർഷിക മേഖല ആകപ്പാടെ ഇവിടെ പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട്. കർഷകർ വളരെ ദുരിതത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള കൃഷിയും കൂടെ പോയി. ഇപ്പോൾ ഈ ഭാഗം ഈ മണ്ണൊലിച്ചിലും ഉണ്ടായി. ഈ ഭാഗം മാത്രമല്ല, ഈ വെഞ്ചേമ്പ് പ്രദേശം ആകെ കൃഷിനാശം സംഭവിച്ചു ഇന്നലത്തെ മഴയത്ത്. ഇപ്പം വെഞ്ചേമ്പിലാണെങ്കിൽ ഒരു റേഷൻ കട, ഒരു സപ്ലൈകോഡ് ഔട്ട്ലെറ്റ്, ഒരുപാട് സാധനങ്ങളെല്ലാം പുറത്ത് വാരി ഇട്ടേക്കും. ഞങ്ങളവിടെ എല്ലാം പോയി. അതിൻ്റെ ബാക്കിൽ ഒരു കൊല്ല പൊട്ടി വെള്ളമെല്ലാം ആ കടകളിലേക്ക് കയറിയത്. അങ്ങനെ ആ ഭാഗത്തുള്ള വീടുകളെല്ലാം പോയി. ഇതിനോട് അടുപ്പിച്ച് തന്നെ ഏതാണ്ട് ഒരു 5 കുടുംബങ്ങൾ താമസമുണ്ട്. ഏറ്റവും പാവപ്പെട്ട പ്രായമുള്ള അമ്മമാരൊക്കെയാണ് താമസിക്കുന്നത്. അവരൊക്കെ
അവരൊക്കെ വളരെ വിഷമത്തോടാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെ ഞങ്ങൾ താമസിക്കുമെന്നൊക്കെയുള്ള ആശങ്കയാണ് അവർക്ക്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ചെയ്യാം. എന്തായാലും ഇത്രയും സംഭവിച്ചു. ആളുകൾക്കാർക്ക് ഒരു നഷ്ടം വരാഞ്ഞത് ഭാഗ്യം. ഇവിടെ താഴെ ബംഗാളികൾ താമസിക്കുന്ന ഒരു ചെറിയൊരു വീടുണ്ട്, അവരും ഇവിടെ ഇല്ലായിരുന്നു. എല്ലാം കൊണ്ടും നമുക്കൊരു അനുകൂലമായിരുന്നു എന്ന് തന്നെ പറയാം. ഇത്രയും പ്രകൃതിക്ഷോഭം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകൾ തന്നെയാണ്. കാര്യം ജീവഹാനി ഉണ്ടായിട്ടില്ല, പക്ഷേ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു. എങ്കിൽ പോലും ജനങ്ങൾ ഭീതിയിലാണ്. കാരണം നമ്മൾ ഈ കാണുന്ന കാഴ്ച തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, വലിയ 2 പാറകൾ, അത് വളരെ ഭീമാകരമായ ഒരു പാറക്കെട്ടുകൾ തന്നെയാണ്. ആ പാറക്കെട്ടുകൾ ഏതു നിമിഷവും ഇവിടേക്ക് പതിക്കാമെന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാവുകയും മണ്ണ് ഈ പാറക്കിടയിൽ നിന്നും മാറുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ പാറക്കെട്ടുകൾ വീണ്ടും താഴേക്ക് പതിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി കൃത്യമായി ഇതിനാവശ്യമായ പഠനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെടുന്നത്. ആ പഠനങ്ങളിലൂടെയും മറ്റും മാത്രമേ ഈ ഒരു പ്രദേശം ഇനി ഇത്തരത്തിൽ ദുരന്ത സാധ്യത അല്ലെങ്കിൽ സാഹചര്യങ്ങളുള്ള പ്രദേശമാണോ എന്നുകൂടി തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ആ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്തിന് ആവശ്യമായ ബാക്കി എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. MBBS അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന വ്യാജേന പണം കൈക്കലാക്കിയ പ്രതി പിടിയിൽ. കായംകുളം എരുവ ജോൺസൺ വിലയിൽ ജോൺസണെയാണ് ആലപ്പുഴ കുറത്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കറ്റാനം സ്വദേശിയുടെ മകൾക്ക് കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 43 ലക്ഷം രൂപ കൈക്കലാക്കുകയായിരുന്നു. 2 കോടിയിലധികം രൂപ ഇതേ രീതിയിൽ പലരിൽ നിന്നും കൈക്കലാക്കിയതായി പരാതിയുണ്ടായിരുന്നു. 1 വർഷത്തിലധികമായി വിവിധ സ്ഥലങ്ങളിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കാൻ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര നാളെ കൊച്ചിയിലെത്തും. രാവിലെ 10 മണിക്ക് TDM ഹാളിൽ ഹിന്ദു നേതൃസമ്മേളനത്തോടെ പരിപാടികൾ ആരംഭിക്കും. നേതൃസമ്മേളനം വാഴൂർ തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം ചെയ്യും. ശശിധര മേനോൻ അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം രാജേന്ദ്ര മൈതാനത്ത് ധർമ്മരക്ഷാ മഹാസംഗമം നടക്കും. മാർഗദർശക മണ്ഡൽ അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് വർക്കിംഗ് ചെയർമാൻ സ്വാമി അനകാമൃതാനന്ദപുരി, P. രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ഏഷ്യൻ ഓപ്പൺ സ്കൂൾ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ 7 മെഡലുകൾ നേടി കോയമ്പത്തൂർ സ്വദേശിയായ A. വികാസ്. കോയമ്പത്തൂർ എട്ടിമട അമൃത വിദ്യാലയത്തിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വികാസ്. അക്ഷീണ പരിശ്രമത്തിന്റെയും അമ്മയുടെ കൃപയുടെയും ഫലമാണ് വികാസിന്റെ ഈ നേട്ടമെന്ന് അമൃത വിദ്യാലയം മാനേജർ സ്വാമിനി മുക്താമൃത പ്രാണ അറിയിച്ചു. വലിയ സ്വപ്നങ്ങൾ കാണാനും കഠിനാധ്വാനം ചെയ്യാനും മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും എല്ലാ കുട്ടികൾക്കും വികാസ് പ്രചോദനം നൽകുമെന്നും സ്വാമിനി പറഞ്ഞു. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വികാസ് 5 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും സ്വന്തമാക്കിയത്. 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 25 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക്, 50 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക്, 100 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക്, ഇൻഡിവിജ്വൽ മെഡ്ലി എന്നീ ഇനങ്ങളിലാണ് സ്വർണം നേടിയത്. മലപ്പുറം എടപ്പാൾ കണ്ടനകത്ത് നിയന്ത്രണം തെറ്റിയ സ്കൂൾ ബസ് ഇടിച്ച് ഒരാൾ മരിച്ചു. കുട്ടികളടക്കം 6 പേർക്ക് പരിക്കേറ്റു. കണ്ടനകം സ്വദേശി പാണേക്കാട്ട് വിജയനാണ് മരിച്ചത്. എടപ്പാൾ ദാറുൽ ഹിദായ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം തെറ്റിയ ബസ് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കടയുടെ സമീപത്ത് നിൽക്കുകയായിരുന്ന വിജയൻ അപകട സമയത്ത് നിരവധി കുട്ടികൾ ബസ്സിലുണ്ടായിരുന്നു. കണ്ടനകം വിദ്യാപീഠം സ്കൂൾ വിട്ട് വരികയായിരുന്ന വിദ്യാർത്ഥികളും സമീപത്തുണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിലും ഇന്ത്യ വിജയത്തിലേക്ക്. 2ാം ഇന്നിംഗ്സിൽ 121 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ 4ാം ദിനം കളി നിർത്തുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 63 റൺസ് എന്ന നിലയിലാണ്. വിജയത്തിലെത്താൻ ഇന്ത്യക്കിനി 58 റൺസ് കൂടി മതിയാകും. സായി സുദർശനും KL രാഹുലുമാണ് പുറത്താകാതെ നിൽക്കുന്നത്. SSC ജയ്സ്വാളാണ് പുറത്തായത്. 120 റൺസിന്റെ ലീഡാണ് ഫോളോ ഓൺ ഒഴിവാക്കിയ വെസ്റ്റ് ഇൻഡീസ് 2ാം ഇന്നിംഗ്സിൽ നേടിയത്. 4ാം ദിനം അവസാന സെഷനിൽ 390 റൺസ് എടുത്താണ് വെസ്റ്റ് ഇൻഡീസ് 2ാം ഇന്നിംഗ്സിൽ പുറത്തായത്. ഇന്ത്യയുടെ കൗമാര താരം വൈഭവ് സൂര്യവംശി ബീഹാറിന്റെ രഞ്ജി ട്രോഫി ടീമിൽ ഇടം പിടിച്ചു. ആദ്യ 2 റൗണ്ട് മത്സരങ്ങൾക്കുള്ള ടീമിന്റെ ഉപനായകനായാണ് 14-കാരൻ വൈഭവ് ടീമിലെത്തുന്നത്. ഒക്ടോബർ 15-നാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾ തുടങ്ങുന്നത്. അവസാന നിമിഷമാണ് വൈഭവിനെ ടീമിലെടുക്കാൻ ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചത്. വൈഭവിന്റെ കഴിവും പരിചയസമ്പത്തും കണക്കിലെടുത്താണ് തീരുമാനമെടുത്തതെന്ന് BCCI പ്രസിഡന്റ് ഹർഷവർദ്ധൻ പ്രതികരിച്ചു.